ചൈനയിൽ വീണ്ടും ഒരു വൈറസ് വ്യാപിക്കുന്നുവെന്ന വാർത്ത പലരിലും കോവിഡ് കാലത്തിന്റെ ഓർമ്മ പുതുക്കലായിരുന്നു. HMPV വ്യാപനത്തിന്റെ ആശങ്ക ഇതുവരെ വിട്ടൊഴിഞ്ഞിട്ടില്ല. കോവിഡിനെ പോലെ അപകടകാരിയാണോ HMPV എന്നതും ലോകത്തെ വരിഞ്ഞുമുറുക്കാൻ ഈ വൈറസിന് സാധിക്കുമോ എന്നതും ആശങ്കയ്ക്ക് പ്രധാന കാരണമായി മാറി. ലോകത്തിന്റെ ആരോഗ്യ അടിത്തറയെ തകർത്തെറിഞ്ഞ കോവിഡ് മഹാമാരി എത്തിയിട്ട് 5 വർഷമായി. കോവിഡ് വന്നുപോയവരിൽ ഇന്നും അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ചുമ, ജലദോഷം, പനി, ശ്വാസമുട്ടൽ അടക്കമുള്ള രോഗങ്ങളുമായി ഇന്നും പലരും ജീവിതം തള്ളി നീക്കുകയാണ്. ചൈനയായിരുന്നു കോവിഡിന്റെയും പ്രഭവ കേന്ദ്രമെന്നതാണ് ഇന്ന് HMPV വൈറസിനെ ഇത്രയും ഭയത്തോടെ ലോകം നോക്കിക്കാണാൻ കാരണം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ലോകവ്യാപകമായി 77.7 കോടി ആളുകൾക്ക് കോവിഡ് ബാധിച്ചു. 70 ലക്ഷം ആളുകൾ കോവിഡ് ബാധിച്ചു മരിച്ചു. എന്നാൽ ശരിക്കുള്ള കണക്ക് ഇതിലുമേറെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. കോവിഡ് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെയും ആണിക്കല്ലൂരിയെടുത്തു. കോവിഡിനെ പടിയടച്ചു പിണ്ടം വെക്കാൻ പല രാജ്യങ്ങളും മാസങ്ങളോളം അടച്ചുപൂട്ടിയിട്ടിരുന്നു. ആദ്യം റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസിന് നിരവധി വകഭേദങ്ങളുണ്ടായി. പല വകഭേദങ്ങളും ആളുകളുടെ ജീവനെടുത്ത് അമ്മാനമാടി. എന്നാൽ ചില വകഭേദങ്ങൾ ജലദോഷപ്പനി പോലെ വന്ന് അങ്ങ് പോയി. 2023 മെയ് മാസത്തോടെയാണ് കോവിഡ് ഉണ്ടാക്കിയ ആരോഗ്യ അടിയന്തരാവസ്ഥ അവസാനിച്ചതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്. അന്നു തൊട്ട് ഇന്നോളം കോവിഡ് വൈറസ് അല്പം തണുത്ത് പനിയും ജലദോഷവും പോലെയുള്ള രോഗങ്ങളായി ഒതുങ്ങിക്കൂടി. പതിയെ ജീവിതത്തിന് പഴയ താളം വീണ്ടെടുക്കാൻ സാധിച്ചു. സമ്പദ്വ്യവസ്ഥകൾ മെച്ചപ്പെട്ടു തുടങ്ങി. കോവിഡ് മഹാമാരിയെ ആളുകൾ മറന്നു തുടങ്ങി. കോവിഡ് ഇനി വരില്ല എന്ന ഉറച്ച ധാരണയിൽ ആളുകൾ ജീവിച്ചു തുടങ്ങി. കാരണം അത്രയധികം ദുരിതത്തിലേക്കാണ് കോവിഡ് ആളുകളെ കൊണ്ടിട്ടതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മഹാമാരിയെ നേരിടുന്നതിന്റെ ചുമതലയിലുള്ള മരിയ വാൻ കെർഖോവ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ നവംബർ വരെ 27 രാജ്യങ്ങളിലായി 3000 പേർ കോവിഡ് ബാധിച്ച് മരിച്ചതായും ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടി. 2020 2022 ഇടയിലാണ് കോവിഡ് മരണങ്ങളിൽ 95% ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2021 ഒമിക്രോൺ വകഭേദം വന്നത്. അതിന് വ്യാപനശേഷി കൂടുതലായിരുന്നു, എന്നാൽ പ്രഹരശേഷി കുറവും. ഒമിക്രോണിന്റെ ഉപവകഭേദങ്ങൾ ഇപ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇപ്പോഴുള്ളത് ഒമിക്രോണിന്റെ KP 3.3.3 ആണ്. ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ആരോഗ്യ വിദഗ്ധർ. അതേസമയം ഒമിക്രോണിനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയുള്ള പുതിയ വകഭേദങ്ങൾ ഉണ്ടാകാൻ ഭാവിയിൽ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കോവിഡിനെതിരെ നിരവധി വാക്സിനുകൾ വികസിപ്പിച്ചു. ലോകവ്യാപകമായി 1360 കോടി ഡോസുകളാണ് ഇതുവരെ വിതരണം ചെയ്തത്. ആദ്യഘട്ടത്തിൽ സമ്പന്ന രാജ്യങ്ങളായിരുന്നു വാക്സിൻ ഡോസിന്റെ അധിക പങ്കും കൈവശം വെച്ചത്. ദരിദ്ര രാജ്യങ്ങൾക്ക് വാക്സിൻ കിട്ടാക്കനിയായി. കോവിഡ് ബാധിച്ചവരിൽ പലരും അതിന്റെ അനന്തര ഫലങ്ങളുമായി ജീവിക്കുകയാണ്. എന്തായാലും ആരോഗ്യരംഗത്തെ അത്ര ശുഭകരമല്ലാത്തൊരു വാർത്തയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അതായത് അധികം വൈകാതെ തന്നെ ഒരു മഹാമാരി ലോകത്തെ പിരിമുറുക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കോവിഡിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കരുതിയിരിക്കണമെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു.